കോതമംഗലത്ത് സ്വന്തം മകളെ നഷ്ടപ്പെട്ട അമ്മ ഇപ്പോഴും കണ്ണീരോടെയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. മകളെ കുരുതി കൊടുത്തവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ മുഖ്യപ്രതി റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തും അറസ്റ്റിലായതോടെ ഇനി സത്യം പുറത്തുവരുമോ? യുവതിയെ നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിലും അന്വേഷണം ആവശ്യമാണ്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിലെ 2ഉം 3ഉം പ്രതികളായ റമീസിന്റെ മാതാപിതാക്കളെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. സുഹൃത്ത് സഹദിന്റെ പേരും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചതോടെയാണ് അയാൾക്കും പിടിവീണത്. റമീസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയവർക്കായി അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇന്ന് രാവിലെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നുമാണ് റമീസിന്റെ മാതാപിതാക്കളെ പിടികൂടിയത്. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. റമീസിന്റെ സുഹൃത്ത് സഹദിനെയും പാനായിക്കുളത്തെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരുമുണ്ടായിരുന്നു. പ്രതികളെ ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പറഞ്ഞു. 1ാം പ്രതി റമീസിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കുമെതിരെയുണ്ട്. അതിനാൽ ഇവരുടെ ചോദ്യം ചെയ്യലും അനിവാര്യമാണ്. കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. മരിച്ച വിദ്യാർത്ഥിനിയുടെ കൂട്ടുകാരിയുടെ മൊഴിയുടെയും റമീസിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെയും മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കാത്തത് BJP അടക്കം രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. മതപരിവർത്തന പരാതിയും ഇതിൽ പാനായിക്കുളം ബന്ധവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട സിറോ മലബാർ സഭയും BJPയും ശക്തമായി രംഗത്തു വന്നിരുന്നു. മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും കണ്ടെത്തി. വിവാഹം ചെയ്ത റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ ഇതിനിടെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വിവരങ്ങൾ അന്വേഷിച്ചതും ഇടപ്പള്ളിയിൽ പോയതിന്റെ ഗൂഗിൾ മാപ്പും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇതോടെയാണ് തർക്കം രൂക്ഷമായത്. ന്യൂസ് 18 കൊച്ചി.